കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നികേഷാണെങ്കിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. കാരണം ഈ നികേഷിനെ എടുത്തുകൊണ്ട് ആ ഒരു സ്ത്രീ നിൽക്കുന്ന ഫോട്ടോ ഈ ഭാസ്കരനെയും സുഭാഷിനെയും എല്ലാവരെയും ഈ നികേഷ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവരെല്ലാവരും നല്ലോണം തന്നെ ഞെട്ടി പോകുന്നുണ്ട്. കാരണം നികേഷ് ഒരിക്കലും അറിയരുതെന്ന് കരുതിയ എന്തോ ഒരു സത്യം അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സുഭാഷ് ഭാസ്കരനോട് ഈ നികേഷ് ചോദിക്കുന്ന സമയത്ത് പറയില്ലേന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് നികേഷാണെങ്കിൽ വീണ്ടും വീണ്ടും ഇതാരാ, ഇവരെന്തിനാ എന്നെ എടുത്തു വെച്ചുകൊണ്ട് നിൽക്കണേ, നിങ്ങളെ ആരെയും ഇവരെടുത്തിട്ടില്ലല്ലോ, എന്നെ മാത്രം എന്തിനാ എടുത്തേക്കണേന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഇവരെ കണ്ടിട്ട് മലയാളി ലുക്കല്ലല്ലോ, ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയും ഇവരും ചെറിയമ്മയാന്ന് പറഞ്ഞിട്ട് ഒരു സാമ്യമില്ലല്ലോ, ഒരു ഫേസ് കട്ടും ഇല്ല, അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നികേഷും പറയുന്നുണ്ട്, അത് ശരിയാ, ഇവരെ കണ്ട ഒരു ഹിന്ദിക്കാരിയുടെ ലുക്ക, അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചേച്ചിയാണെന്നൊന്നും പറയില്ല, ഇതെന്താ ഇങ്ങനെ, എന്തായാലും ഇവരെന്തിനാ എന്നെ എടുത്തു വെച്ചുകൊണ്ട് നിൽക്കണേന്നൊക്കെ ഇങ്ങനെ കുറേ പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ ഒന്നും മിണ്ടാതെ അടുക്കളയിലിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നികേഷിന് ഈ ആളുകൾ പറയുന്ന കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഭാസ്കരൻ ഭാര്യ മരിച്ചതിന് ശേഷം വെളിദേശത്ത് നിന്നും പെണ്ണിനെ കൊണ്ടുവന്നായിരുന്നു. ആ പെണ്ണും കുറേ കഴിഞ്ഞപ്പോൾ പോയി. ഇനിയിപ്പോൾ ഭാസ്കരൻ കൊന്നതാണോന്ന് അറിയില്ല എന്നൊക്കെ ഈ ആളുകൾ പറഞ്ഞ കാര്യം ഈ നികേഷ് ഓർക്കുന്നുണ്ട്. പിന്നീട് ഭാസ്കരൻ അടുക്കളയിൽ നിന്നിങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ നികേഷ് ചെന്നിട്ട്, നിങ്ങൾ പറ, ഇവരാരാ, ഇവരെന്തിനാ എന്നെ എടുത്തേക്കണേന്നൊക്കെ ചോദിച്ചു വീണ്ടും വീണ്ടും ദേഷ്യപ്പെടുമ്പം ഈ ഭാസ്കരൻ നീ ഒന്ന് മിണ്ടാതിരിടാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നികേഷിനാണെങ്കിൽ ഒട്ടും സമാധാനമാവാതെ നികേഷ് ഭാസ്കരൻ്റെ ഷർട്ടിൽ കയറി പിടിക്കുന്നുണ്ട്. ആ സമയത്ത് സുഭാഷിനൊക്കെ ആണെങ്കിൽ പേടിയാവുന്നുണ്ട്. കാരണം ഈ നികേഷ് ഇങ്ങനെ ചോദിച്ച് ഭാസ്കരൻ സത്യങ്ങൾ പറയുന്നുള്ള പേടിയുള്ളതുകൊണ്ട് തന്നെ നികേഷ് അനങ്ങാതിരിടാ, നീ അച്ഛനെ വിട്, അച്ഛൻ്റെ ദേഹത്തു നിന്ന് കൈയെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നികേഷ് പറയുന്നുണ്ടില്ല, ഇവരെന്തിനാ എന്നെ എടുത്തു വെച്ച് ഫോട്ടോ എടുത്തതെന്ന് എനിക്കറിയണം, എന്നിട്ടേ ഞാൻ വിടുള്ളൂ എന്ന് പറയുമ്പോൾ ഭാസ്കരനാണെങ്കിൽ ദേഷ്യത്തോടു കൂടി കൈ എടുക്കടാന്നും പറഞ്ഞ് നികേഷിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് സുഭാഷൊക്കെ പേടിച്ച് നിന്നിരുന്ന ആ ഒരു സത്യം പറയുന്നുണ്ട്. നിൻ്റെ അമ്മയല്ലാതെ വല്ലവരും നിന്നെ എടുത്ത് ഒക്കത്ത് വയ്ക്കുമോ, അവരുടെ അമ്മ അവരെടുത്ത് നിൽക്കുന്ന ഫോട്ടോ നീ കണ്ടില്ലേ, അതുപോലെ നിൻ്റെ അമ്മ നിന്നെ എടുത്ത് നിൽക്കുന്ന ഫോട്ടോയായി കാണണേന്ന്. അത് കേട്ടതും ഈ നികേഷാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. പക്ഷേ നികേഷിന് ഈ ഭാസ്കരൻ പറയുന്നതൊന്നും വിശ്വസിക്കാനും പറ്റണില്ല. വീണ്ടും വീണ്ടും നിങ്ങൾ എന്താ ഈ പറയണേ, ഇത് എൻ്റെ അമ്മയാണെന്നോ എന്ന് ചോദിക്കുമ്പം ഭാസ്കരൻ പറയുന്നുണ്ട്, അതേടാ ഇത് നിൻ്റെ അമ്മയാണ്. ഈ സമയത്ത് നമ്മളുടെ നിധിയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട്. ഈ സമയം ഹരീഷും സുധീഷും സുഭാഷും എല്ലാ കാര്യങ്ങളും കൈ വിട്ടുപോയല്ലോ എന്നുള്ള വിഷമത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് ഭാസ്കരനോട് പറയുന്നുണ്ട്, അച്ഛനൊന്നും മിണ്ടാണ്ടിരിക്കുന്നു പറയുമ്പം, പിന്നെ അല്ലാതെ നിങ്ങളല്ലേ ഈ ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്താൽ എല്ലാ കാര്യങ്ങളും അവനെ അറിയിച്ചിട്ട് അവൻ എന്നെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ എത്ര നേരം മിണ്ടാതിരിക്കണം, എന്തായാലും ഫോട്ടോയൊക്കെ കണ്ടില്ലേ, ഇനി സത്യങ്ങൾ അവൻ അറിയട്ടെ, എന്നായാലും സത്യങ്ങൾ അവൻ അറിയേണ്ടതല്ലേ, അതുകൊണ്ട് ഞാൻ പറയാം, ഇത് നിൻ്റെ അമ്മ, അവരുടെ അമ്മയല്ല നിൻ്റെ അമ്മ, അവരുടെ അമ്മയുടെ ഒപ്പം നിൽക്കണ പോലെ തന്നെ നിൻ്റെ അമ്മ എടുത്തുകൊണ്ട് നിൽക്കണ ഫോട്ടോയെ ഇതെന്ന് പറഞ്ഞതും ഈ നികേഷാണെങ്കിൽ ആകെപ്പാടെ ഭയങ്കര വിഷമത്തിൽ കിടന്ന് കരച്ചിൽ തുടങ്ങി. എന്നിട്ട് നികേഷ് സുഭാഷിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങളുടെ അല്ലേ എൻ്റെ അമ്മ, എന്നിട്ട് എന്തിനാ എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചതെന്നും ചോദിച്ച് ഭയങ്കര കരച്ചിൽ നടത്തുന്ന സമയത്ത് സുധീഷ് വന്നിട്ട് ഭാസ്കരനെയാണെങ്കിൽ തല്ലാൻ ഒരുങ്ങുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് വന്നിട്ട്, എടാ സുധീഷ് അനങ്ങാതിരിക്കുന്നു പറഞ്ഞു. അതുപോലെ നിധി സുധീഷെന്ന് പറഞ്ഞ് സുധീഷിനെ വിളിക്കുന്ന സമയത്ത് സുധീഷ് തല്ലണില്ല. ആ സമയം ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ തല്ലണോടാ, തല്ലണമെങ്കിൽ തല്ല്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ട് അവൻ എന്നെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ പിന്നെ സത്യങ്ങൾ പറയാതിരിക്കണേ എങ്ങനെയാണ്, നിങ്ങളല്ലേ ആ ഫോട്ടോയെല്ലാം അവനെ കാണിച്ചു കൊടുത്തതെന്ന്. ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട്, ഈ ഫോട്ടോ എടുത്ത് കാണിക്കൽ തുടങ്ങിയപ്പോൾ തന്നെ അതെടുത്ത് മാറ്റേണ്ട കാര്യം ഉണ്ടായുള്ളൂ, ഏത് നേരത്താണാവോ ഒരു പാത്രം നോക്കാൻ തോന്നിയത്, എന്തായാലും ഈ പെട്ടി എടുത്തുകൊണ്ട് നീ അപ്പുറത്ത് വയ്ക്കുമെന്നും പറഞ്ഞ് സുഭാഷ് ഹരീഷിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഹരീഷ് ആ പെട്ടി എടുത്തുകൊണ്ടേ വെച്ചിട്ട് വന്നതും നികേഷ് വീണ്ടും കരച്ചിലാണ്. നിങ്ങളുടെ അമ്മയല്ലല്ലോ എൻ്റെ അമ്മ, ഇത്രയും നാൾ നിങ്ങളതെന്നിൽ നിന്ന് മറച്ചു വെച്ചെന്തിനാന്ന് ചോദിക്കുമ്പോൾ, എടാ അതൊന്നുകൊണ്ടും അല്ലടാ, നീ അറിഞ്ഞാൽ വിഷമിക്കുമല്ലോ എന്ന് കരുതിയ. ആ സമയത്ത് നികേഷിന് വീണ്ടും സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്, എന്നാലും നിങ്ങളെൻ്റെ സ്വന്തം ചേട്ടന്മാരല്ലല്ലോ എന്ന് പറയുമ്പോൾ, പിന്നെ അല്ലാതെ ഞങ്ങൾ നിൻ്റെ സ്വന്തം ചേട്ടന്മാർ തന്നെയാടാന്ന് പറഞ്ഞു. ഈ സമയത്ത് നിധിയാണെങ്കിലും ഭയങ്കര സങ്കടത്തോടുകൂടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് നികേഷ് വേഗം തന്നെ പെരേന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. നികേഷ് പോയതും സുഭാഷ് പുറകെ ചെന്നിട്ട്, എന്താ നികേഷ് നീ എന്ത് കാണിക്കണേ, മതി കരഞ്ഞത്, എന്തായാലും ഒരു ദിവസം നീ ഇത് അറിയുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതും
അതുവരെ നീ സന്തോഷമായിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതിയാ നിൻ്റെ അമ്മയും രണ്ടുപേരാന്ന് പറഞ്ഞാൽ നിനക്ക് വിഷമാവൂലേ? എന്തായാലും നീ കുറച്ച് നേരം കരഞ്ഞ് സങ്കടമൊക്കെ തീർക്ക്. അത് കഴിഞ്ഞ് പിന്നെ നീ അത് വിട്ടേരെ. ഇനി അത് ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം അനുജൻ തന്നെ. അതുമാത്രമല്ല, നിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ, വേറൊരു രീതിയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്തായാലും നീ അകത്തേക്ക് വന്നും പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നികേഷാണെങ്കിൽ ഞാനെങ്ങും വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കെന്നും പറഞ്ഞ് നികേഷ് അവരോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും സുഭാഷും ഹരീഷും ഈ നികേഷിനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നിധിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റാണ്ട് നിധി കരയണ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, ഇതെന്തെങ്കിലും ഒരിക്കൽ ഇവനെ അറിയുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു, എന്നാലും ഞങ്ങൾ അവനിൽ നിന്നും അത് മറച്ചു വെച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ ആ ഫോട്ടോ കണ്ടതുകൊണ്ട് അവനക്കിതെല്ലാം മനസ്സിലായത്. എന്തായാലും അന്ന് അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ അമ്മയെ കൊന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് കുറേ നാൾ അച്ഛൻ ജയിലിലായിരുന്നു. പിന്നീട് അച്ഛൻ ജയിലിൽ പോയതിന് ശേഷം ഞാനും ഹരീഷും ഏട്ടനും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഏട്ടനിക്ക് 13 വയസ്സായിരുന്നു. പിന്നീട് അച്ഛൻ വന്നെങ്കിലും ലോറി എടുത്ത് ഒറ്റ പോക്ക് പോയിട്ട് പിന്നെ കുറേ കാലത്തേക്ക് അച്ഛൻ വന്നില്ല. ആ സമയത്ത് ഞങ്ങളുടെ അച്ഛനും അമ്മയും ആയിട്ടുള്ള സ്ഥാനം ഏറ്റെടുത്തത് സുഭാഷ് ഏട്ടനാണ്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വന്നത്. അന്നേരം അച്ഛൻ്റെ കൂടെ ആ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് നിധി നിന്ന് കരയുന്നുണ്ട് കേട്ടോ. ഇതേസമയം നികേഷിനോട് സുഭാഷും ഹരീഷും പറയുന്നുണ്ട്, എടാ വേണ്ട, മതിയിടാ കരഞ്ഞത്, ഇനി നിനക്ക് എന്തിനാ സങ്കടം, നമ്മൾ എല്ലാവരും കൂടപ്പിറപ്പുകളാടാ, നിന്നെ ഞങ്ങൾ സ്വന്തം അനുജനായിട്ടല്ലേ കണ്ടേക്കണേന്ന് പറയുമ്പം, എന്നാലും എനിക്കിത് സഹിക്കാൻ പറ്റണില്ല സുഭാഷ് ഏട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും വേറെയല്ലേ, അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നികേഷ് കരയുന്നുണ്ട്. ഈ സമയത്ത് ഭാസ്കരനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ തന്നെയാണ്. കാരണം ഈ നികേഷ് അത്രമാത്രം പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഈ ഭാസ്കരൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. പക്ഷെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞതും ഭാസ്കരന് ചെയ്തത് മണ്ടത്തര എന്ന് തോന്നുന്നുണ്ട്. പിന്നീടാണെങ്കിൽ സുഭാഷും ഹരീഷും ഈ നികേഷിനെ കെട്ടിപ്പിടിച്ചിരുന്ന 3 പേരും കരയുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഈ നികേഷിനാണെങ്കിൽ ഇവർ സ്വന്തം ചേട്ടനല്ല എന്നുള്ള കുറ്റബോധവും കോംപ്ലക്സും ആയിട്ട് നികേഷ് കോളേജിൽ പോണ വഴിക്ക് ഭാസ്കരനെ കാണുമ്പോൾ ഭാസ്കരനോട് പറയുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ വിചാരിച്ചത് എൻ്റെ കുടുംബമാണ്, ആ വീടൊരു നരകമാണെങ്കിലും എൻ്റെ സ്വന്തം ചേട്ടന്മാരാന്ന് വിചാരിച്ചു, ഇപ്പം എനിക്ക് മനസ്സിലായി അത് എൻ്റെ കുടുംബമല്ലാന്ന്, എനിക്ക് ആ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന്. എന്തായാലും ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് ഈ നികേഷ് പോകുന്നുണ്ടെങ്കിലും ഭാസ്കരനാണെങ്കിൽ തിരിച്ച് മറുപടി ഒന്നും പറയണില്ല. പിന്നീട് നികേഷാണെങ്കിൽ കോളേജ് വിട്ട് വരുന്ന സമയം കഴിഞ്ഞിട്ടും നികേഷിനെ കാണാണ്ടാവുമ്പോൾ നിധിയാണെങ്കിൽ സുധീഷിനെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട്. നികേഷ് കോളേജിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല, നികേഷിന് താങ്ങാൻ പറ്റാത്ത സങ്കടമല്ലേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഇനി അവനെങ്ങോടെങ്കിലും പോയി കളയുമോയെന്ന് അറിയില്ല. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പം, അങ്ങനെയല്ല സുധീഷ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമല്ലേ അവൻ്റെ ജീവിതത്തിൽ നടന്നത്, അതവനക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതിൻ്റെ വിഷമത്തിൽ അവൻ വല്ല നാട് വിട്ടു പോകുമെന്ന് പറയാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് സുധീഷ് നികേഷിനെ ഒന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ സുധീഷ് നികേഷിനെ അന്വേഷിച്ച് പോകുന്ന ഒരു എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.